നമസ്കാരം. ഒരു മാസത്തിലേറെ നീണ്ട, കൃത്യമായി പറഞ്ഞാൽ 34 ദിവസം പാലക്കാടിനെ ഇളക്കി മറിച്ച പരസ്യ പ്രചരണം അവസാനിക്കാൻ ഇനി 1 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. ആവേശ കൊടുമുടിയിലാണ് പാലക്കാട്. കോട്ടയാര് പിടിക്കും എന്നതിന്റെ ശക്തി പ്രകടനം ഏറ്റവും അവസാന മണിക്കൂറിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് എത്താം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. മുനമ്പത്ത് സമവായ നീക്കവുമായി മുസ്ലിം ലീഗ്. വരാപ്പുഴ ആർച്ച് ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി പാണക്കാട് സാധിക്കലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും. രമ്യമായ പരിഹാരമുണ്ടാകണമെന്ന് ലീഗ്. സ്വാഗതം ചെയ്ത സഭ. ആവേശക്കടലിൽ പാലക്കാട്. കൊട്ടിക്കലാശത്തിന് മുന്നണികൾ. റോഡ് ഷോകളുമായി സ്ഥാനാർത്ഥികൾ. UDF-ന് പിന്തുണ പ്രഖ്യാപിച്ച SDPI. UDF-നെ പ്രതിരോധത്തിലാക്കി വ്യാജ ID കാർഡ് അന്വേഷണത്തിൽ വഴിത്തിരിവ്. ലാപ്ടോപ്പിൽ നിന്ന് നിർണായക തെളിവുകൾ ലഭിച്ചെന്ന് ക്രൈംബ്രാഞ്ച്. യൂത്ത് കോൺഗ്രസ് വെബ്സൈറ്റ് തയ്യാറാക്കിയ അഭിജിത് സിംഗിന് വാറന്റ്. കുറുവ കണ്ണികൾ തേടി പോലീസ്. ആലപ്പുഴയിലെ സംഘത്തിന്റെ രണ്ടാമനെക്കുറിച്ച് സൂചന. സന്തോഷ് സെൽവത്തിനൊപ്പം പിടികൂടിയ മണികണ്ഠൻ കുറുവയല്ല. വടക്കൻ പരവൂരിലെത്തിയ മോഷ്ടാക്കളെ കണ്ടെത്താൻ പ്രത്യേക സംഘം. ഞങ്ങള് മതപണ്ഡിതന്മാർ എന്നുള്ള രൂപത്തിൽ തന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ അതിലുള്ള ഒരാൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വ പദവി ഏറ്റെടുത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി ഒരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ അഭിപ്രായത്തെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ടാണ് നേരിടുക. പാണക്കാട് സാധിക്കലി തങ്ങളെ വിടാതെ CPM. മതപണ്ഡിതൻ രാഷ്ട്രീയ നേതാവായാൽ വിമർശിക്കേണ്ടി വരുമെന്ന് AK ബാലൻ. മുഖ്യമന്ത്രിയെ പിന്തുണച്ച് BJP. പാണക്കാട് തങ്ങൾ വിമർശനത്തിന് അതീതനല്ലെന്ന് K സുരേന്ദ്രൻ. തങ്ങളെ പിണറായി അളക്കേണ്ടെന്ന് ലീഗ്. പാലക്കാട് കൊട്ടിക്കലാശം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ 1 മണിക്കൂർ മാത്രം. പ്രചാരണം പോലെ കൊട്ടിക്കലാശത്തിലും വീറും വാശിയും നിറയ്ക്കുകയാണ് മുന്നണികൾ. 34 ദിവസം നീണ്ട പരസ്യ പ്രചാരണത്തിനാണ് കൊട്ടിക്കലാശമാകുന്നത്. അവിടെ ആവേശം നിറയ്ക്കുന്നു പ്രവർത്തകർ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകർ എന്ന് തന്നെ പറയാം. ആ മണ്ഡലത്തിലെ മാത്രം പ്രവർത്തകരല്ല, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നേതാക്കളും പ്രവർത്തകരും അവിടേക്ക് എത്തുന്നു. 3 മുന്നണികളുടെയും. അത്രമാത്രം ആവേശത്തിലാണ് പാലക്കാട്. ഇനി 1 മണിക്കൂറാണ്. തങ്ങളുടെ അവസാന മണിക്കൂർ, പരസ്യ പ്രചരണത്തിന്റെ അവസാന മണിക്കൂർ ശക്തി പ്രകടനമാക്കി മാറ്റാൻ 3 മുന്നണികളും തയ്യാറെടുക്കുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ തന്നെ മാറ്റം അത് സൂചിപ്പിക്കുന്നതാണ് പാലക്കാടിന്റെ കാഴ്ചകൾ. 3 മുന്നണികളും തുല്യ ശക്തികളായി അവിടെ പരസ്യ പ്രചരണം നടത്തിയ 34 ദിവസങ്ങളാണ് കടന്നുപോയിരിക്കുന്നത്. 3 പേരും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുന്ന മണ്ഡലമായി പാലക്കാട് മാറിയിരിക്കുന്നു. അവിടെ കൊട്ടിക്കലാശത്തിലും ആ ഇഞ്ചോടിഞ്ച് പ്രകടനം നമ്മൾ കാണുകയാണ്. വലിയ ആൾക്കൂട്ടം എല്ലാ ക്യാമ്പിലും കാണാം. വലിയ ആവേശം കാണാം. കലാരൂപങ്ങളുടെ അകമ്പടിയോടുകൂടി എഴുന്നള്ളുന്നു. വർണ്ണ ശബളമായിട്ടുള്ള കാവടിയും മറ്റുമൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതും ഒരു മത്സരമാക്കി തന്നെ മാറ്റിയിരിക്കുന്നു പാലക്കാട്. ഏറ്റവും ആവേശം നിറഞ്ഞ പ്രചരണം, കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആവേശം നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് പാലക്കാട് കഴിഞ്ഞ 34 ദിവസം സാക്ഷ്യം വഹിച്ചത്. അതിന്റെ അവസാന മണിക്കൂർ എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ വീറും വാശിയും അവിടെ നമുക്ക് കാണാം. നേതാക്കൾ, പ്രമുഖ നേതാക്കൾ 3 മുന്നണികളുടെയും അവിടെ ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രചരണം ഇപ്പോഴും അവർ തന്നെ മുന്നിൽ നിന്ന് നയിക്കുന്നു. ഈ റാലികൾ, ആ 3 റാലികൾ, വിവിധ ഇടങ്ങളിൽ നിന്ന് തുടങ്ങിയ 3 റാലികൾ അത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയാൽ ഈ ആവേശം ഇനി കൊടുമുടി കയറും. കോട്ട പിടിക്കാൻ ആരാണ് മുന്നിൽ എന്നതിന്റെ ഒരു ചിത്രമായിരിക്കും നമ്മൾ അവിടെ കാണാൻ പോകുന്നത്. അതിൽ അവകാശവാദങ്ങളുമായി ഇഞ്ചോടിഞ്ച് പോരാട്ടം മുന്നണികൾ നടത്തുന്നു. ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പാലക്കാട് എത്തിയിരിക്കുകയാണ്. BJP സ്ഥാനാർത്ഥിക്കൊപ്പം ആയിരുന്നു ഞങ്ങളുടെ പ്രതിനിധി G ശ്രീജിത്ത് ഉണ്ടായിരുന്നത്. BJPയുടെ
വാഹന റാലി അത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ബസ്സിൽ ശോഭാ സുരേന്ദ്രനെ മുന്നിൽ നിർത്തി BJP സ്ഥാനാർത്ഥി സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, സ്റ്റേഡിയം സ്റ്റാൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തമുണ്ട്. ശ്രീജിത്ത്, കേൾക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വലിയ ആവേശത്തിലാണ് BJP. അവിടെ മൂന്നാം ബദലായി C. കൃഷ്ണകുമാർ ഉദിച്ചുയരും എന്നാണ് ശോഭാ സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞത്. BJPക്ക് കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട മണ്ഡലമാണ്. 3 തവണയായി അവരെ കൊതിപ്പിക്കുന്ന മണ്ഡലമാണ്. ഇത്തവണ BJPയുടെ ആത്മവിശ്വാസം എങ്ങനെയാണ്? പാലക്കാടുകാരൻ താൻ മാത്രമാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട് കൃഷ്ണകുമാർ. പല വിഷയങ്ങൾ മാറി മറിഞ്ഞു. BJP ക്യാമ്പിന്റെ ആവേശം എത്രമാത്രം? വലിയ ആവേശമാണ് രേണുക. ഒരു തരത്തിലും പറഞ്ഞറിയിക്കാനാകാത്ത ആവേശമാണ് BJP ക്യാമ്പിനെ സംബന്ധിച്ചുള്ളത്. വലിയ നീണ്ട നിര, അതായത് ഏതാണ്ട് 6 മണിക്ക് മുൻപ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തേണ്ടതാണ് ഈ റോഡ് ഷോ. ഇതിനകം തന്നെ നിരവധി പ്രവർത്തകർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ അതുകൂടാതെ ഈ സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ പോകുന്ന നേതാക്കളെല്ലാം പങ്കെടുക്കുന്ന റോഡ് ഷോ അവിടേക്ക് എത്തേണ്ടതുണ്ട്. പക്ഷേ അവിടേക്ക് എത്തണമെങ്കിൽ ഇനിയും കാത്തിരിക്കണം. ഈ ഒലവക്കോട് എത്തിയിരിക്കുന്നു ഈ റോഡ് ഷോ. അതായത് BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ RSSന്റെ ശക്തി കേന്ദ്രങ്ങളായ മൂത്താന്തരയൊക്കെ കടന്നുകൊണ്ട് മേലാമുറിയിൽ നിന്നും മൂത്താന്തര വഴി വടക്കന്തറ വഴി വരുന്ന ആ റാലി ഇപ്പോൾ ഒലവക്കോട് എത്തിയിരിക്കുന്നു. എന്നോടൊപ്പം N. ശിവരാജുണ്ട്. എങ്ങനെയാണ് ഒലവക്കോട് ശക്തി കേന്ദ്രം ഇനി പോകുന്ന അയ്യപ്പുറം ശക്തി കേന്ദ്രം, കൽപ്പാത്തി ശക്തി കേന്ദ്രം, CPMന് എല്ലാം മുക്തിയാണ്. CPMന്റെ ശക്തി കേന്ദ്രങ്ങളൊക്കെ ഞങ്ങൾ പുന്നപ്പട വയനാടിൽ കൊന്നൊടുക്കി കഴിഞ്ഞു. ഇനി CPM തിരിച്ചു വരില്ല. കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുന്ന കോൾ പാർട്ടിയാണ് CPM. അങ്ങനെ ഉണ്ടെങ്കിൽ കണ്ണാടി CPM കോട്ടയാണ്. അവിടെയൊക്കെ BJP മുന്നിൽ പോകും. മാത്തൂരിലും പോകും, കണ്ണാടിയിലും പോകും. ലീഗിന്റെ ഉരുക്കുവോട്ടായ രാജി പഞ്ചായത്തിലും BJP ലീഡിയും പാലക്കാട് നഗരസഭയിൽ 20,000 വോട്ടിന് BJP ലീഡിയും. അങ്ങനെ വരുമ്പോ മൊത്തത്തിലൊരു വലിയ ഭൂരിപക്ഷം ഉണ്ടാവും. വലിയ ഭൂരിപക്ഷം നരേന്ദ്രമോദിക്കുണ്ടാവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആത്മവിശ്വാസം ഇത്തവണ വരുന്നത്, ഇത്തവണ പ്രത്യേകമായി? കാരണം ഷാഫി പറമ്പിന്റെ തട്ടിപ്പ് ജനങ്ങൾ മനസ്സിലാക്കി. വർഗീയവാദിയായ പിണറായി വിജയന്റെ തട്ടിപ്പ് ജനങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് നരേന്ദ്രമോദി നയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ പാലക്കാട് വിജയിപ്പിക്കാൻ കാവി മണ്ണ് തയ്യാറായിരിക്കുന്നു. ഈ കാവി മണ്ണിന് ഒരു തരം മണ്ണെടുക്കാൻ CPMനോ കോൺഗ്രസിനോ KC വേണുഗോപാൽ ഇന്ന് വന്നല്ലോ പ്രസ് ക്ലബിലേക്ക് കൗൺസിലർമാരെ കൊണ്ടുപോകാൻ. ഇതാ ഒരാഴ്ചക്കുള്ളിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് UDF LDF കൗൺസിലർമാർ BJPയിലേക്ക് ചേർക്കുന്നു. UDFന്റെ 3 കൗൺസിലർമാർ, ഒരു ന്യൂനപക്ഷ കൗൺസിലർ അടക്കം BJPയിലേക്ക് എപ്പോ വരുമെന്നാണ് പറഞ്ഞത്? തിരഞ്ഞെടുപ്പ് ഒരു ഉച്ച നാളെ ആയിരിക്കും. തിരഞ്ഞെടുപ്പ് പാലക്കാട് UDFന്റെ കൗൺസിലർമാർ BJPയിലേക്ക് വരും. UDFന്റെ കൗൺസിലർമാർ BJPയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള ചർച്ചകളെല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു. എന്താണ് അവർ പറയുന്നത്? എന്തുകൊണ്ടാണ് അവർ വരുന്നത്? അവര് ഷാഫിയുടെ ഏകാധിപത്യത്തിന്. അല്ല, ഇത് സാധാരണ ഈ കൊട്ടിക്കലാശത്തിനൊക്കെ മുമ്പല്ലേ ഇത്തരം ആളുകൾ വരേണ്ടത്? ഇപ്പൊ വൈകിപ്പോയില്ലേ? ഇലക്ഷനായി അവസാനത്തെ 1 മണിക്കൂർ വരെ ഒരു വൈകുന്നു. ഈ സന്ദീപ് പോയതിന്റെ ഒരു പകവീട്ടൽ കൂടിയാണോ അത്? ഏത് സന്ദീപ്, എന്ത് സന്ദീപ്, ആരാണ് സന്ദീപ്? അതൊന്നും നമുക്കറിയില്ല. അയാൾ പോയാൽ പോയിക്കോട്ടെ. കാരണം ഞങ്ങളുടെ പ്രസ്ഥാനം കരുത്തുറ്റ പ്രസ്ഥാനമാണ്. KG-മാരും രാജകുമാരും ഊർജ്ജമരിച്ച പ്രസ്ഥാനമാണ്. ശ്രീനിവാസൻ പരിപാടിയായ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ ഒരു തരി മണ്ണെടുക്കാൻ LDFനോ UDFനോ സാധ്യമല്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് അതൊന്നും പോയതുകൊണ്ട് വോട്ടൊന്നും പോയില്ല, വോട്ട് കൂടെ ഉള്ളൂ. ഞങ്ങൾ ഭൂരിപക്ഷം 10,000. എന്തായാലും അതാണ് N. ശിവരാജൻ. അതായത് നഗരസഭയിലെ മുതിർന്ന പാലക്കാട്ടെ മുതിർന്ന നേതാവാണ്, ദേശീയ കൌൺസിൽ അംഗമാണ് അദ്ദേഹം. ഈ വാഹനത്തിൽ, ഈ സ്ഥാനാർത്ഥിക്കൊപ്പമുള്ള വാഹനത്തിലുണ്ട്. എന്തായാലും വളരെ വേഗം ഇത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ റാലി. BJP നേതാക്കൾ, കൗൺസിലർമാരെല്ലാവരും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ റാലി നടക്കുന്ന സമയത്തുള്ളിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും ഈ വാഹന റാലിയുടെ ഭാഗമാകും.
BJPയുടെ മുതിർന്ന നേതാക്കളെല്ലാം സംസ്ഥാനത്തെ മുഖങ്ങളെല്ലാം തന്നെ ഈ സ്ഥാനാർത്ഥിക്കൊപ്പം അണിനിരന്നുകൊണ്ട് നഗരത്തെ ആകെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വലിയ റോഡ് ഷോയ്ക്കാണ് ഇത് നേതൃത്വം നൽകുന്നത്. തുടക്കത്തിൽ BJPയുടെ പല റോഡ് ഷോയിലും ആളില്ല എന്നൊക്കെ പരാതി ഉണ്ടായിരുന്നു. പക്ഷേ BJP പാലക്കാട് അതിന്റെ വിശ്വരൂപം കാട്ടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിലുള്ള ഈ റോഡ് ഷോ കൽപ്പാത്തിക്ക് സമീപം കൂടി കടന്നുപോകും. കൽപ്പാത്തി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി വൈകാതെ വളരെ വേഗത്തിൽ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലെത്തുക, അവിടെ വലിയ ശക്തി പ്രകടനം നടത്തുക. അതാണ് ഇതിനകം തന്നെ BJP പ്രവർത്തകർ അവിടെയുണ്ട്. അവർ ഇതിനകം തന്നെ ആഘോഷം തുടങ്ങിയിരിക്കുന്നു. ഒരു 5:30 കൂടിയെങ്കിലും BJPയുടെ റോഡ് ഷോ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് സമീപത്തേക്ക് എത്തും. എന്തായാലും ആഹ്ലാദ നൃത്തത്തിലാണ് BJP പ്രവർത്തകർ. ഇത്തവണ മറ്റു പഞ്ചായത്തുകൾ ഉൾപ്പെടെ പിടിച്ചുകൊണ്ട് ഇവിടെ നേട്ടമുണ്ടാക്കാമെന്നാണ് BJPയുടെ പ്രതീക്ഷ. രേണുക, ആദ്യമായി നഗരസഭാ ഭരണം കിട്ടിയ ഇടമാണ് പാലക്കാട്. പക്ഷേ അവരുടെ പ്രതീക്ഷകൾ കഴിഞ്ഞ തവണ തകർന്നു പോയി. ഈ ശ്രീധരനിലൂടെ മണ്ഡലം പിടിക്കാമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ. പക്ഷേ 3000 ചില്ലുവാനം വോട്ടിന് ആ പ്രതീക്ഷ നശിച്ചു. അത് ഉണ്ടാവില്ല ഇത്തവണ എന്ന് അവർ ആവർത്തിക്കുകയാണ്. BJP ക്യാമ്പ് ഇത്തവണ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശ്രീകൃഷ്ണകുമാർ ജയിക്കും എന്ന ആത്മവിശ്വാസം BJPയുടെ മുതിർന്ന നേതാവ് പങ്കുവെക്കുന്നതാണ് നമ്മൾ കേട്ടത്. ഇനി ആ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകാൻ BJP സംസ്ഥാന അധ്യക്ഷൻ അവിടേക്ക് എത്തും. ഇപ്പോൾ നമുക്ക് ശോഭാ സുരേന്ദ്രനെയാണ് ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. BJP വാഹനത്തിന്റെ മുൻവശത്ത് തന്നെ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു, തുഷാർ വെള്ളാപ്പള്ളി ഉണ്ടായിരുന്നു. അല്പസമയത്തിനകം കെ സുരേന്ദ്രൻ കൂടി അവിടേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. സുരേന്ദ്രൻ ഇതിനോടകം തന്നെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വാഹനത്തിലേക്ക് കെ സുരേന്ദ്രൻ എത്തും. മറുവശത്ത് സരിന്റെ വാഹന പ്രചരണം നമ്മൾ കാണുന്നുണ്ട്. റാലി സ്റ്റേഡിയത്തിനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അവിടെ സരിന് ഇരുവശത്തുമായി മന്ത്രി MP രാജേഷും ജില്ലാ സെക്രട്ടറിയുമാണ് ഉള്ളത്. ആ തെരഞ്ഞെടുപ്പ്, പാലക്കാട് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ചത് MP രാജേഷും ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവുമായിരുന്നു. നമുക്കറിയാം പല വിവാദങ്ങൾ മാറി വന്നു. മന്ത്രി MP രാജേഷ് തന്നെ പലതിനും പിന്നിൽ എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വന്നത് നമ്മൾ കേട്ടതാണ്. ഇപ്പോഴും MP രാജേഷ് സ്ഥാനാർത്ഥിയുടെ വലതുവശത്ത്, ജില്ലാ സെക്രട്ടറി ഇടതുവശത്ത് ആ രീതിയിൽ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇടത് വാഹന റാലി എത്തിക്കൊണ്ടിരിക്കുന്നു. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എത്തിക്കൊണ്ടിരിക്കുന്നു. UDF ക്യാമ്പിൽ വലിയ ആവേശമാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകർ UDF റാലിക്കൊപ്പമുണ്ട്. ഷാഫി പറമ്പിൽ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട്. പിഷാരടിയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. രാഹുലിനൊപ്പം മുനവർ അലി ശിഹാബ് തങ്ങളുണ്ട്. ഒപ്പം മറ്റ് നേതാക്കളുമുണ്ട്. വലിയ ആവേശം UDF ക്യാമ്പിലുണ്ട്. 10,000 വോട്ടിൽ കവിഞ്ഞുള്ള ഭൂരിപക്ഷം അവരും പ്രതീക്ഷിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തികഞ്ഞ ആത്മവിശ്വാസമാണ് ഇന്ന് രാവിലെ നമ്മൾ പലതവണ രാഹുലിനെ പലയിടങ്ങളിൽ വെച്ച് കാണുമ്പോഴും പ്രകടിപ്പിച്ചത്. ഒരു അവസാന ദിവസമായിട്ട് പോലും ഒരു നിമിഷം പോലും പാഴാക്കാതെ 3 സ്ഥാനാർത്ഥികളും കഴിയുന്നത്ര ആളുകളെ ഒരിക്കൽ കൂടി കാണാനും വോട്ട് ചോദിക്കാനും തെരഞ്ഞെടുക്കുന്ന സമയമായിരുന്നു ഇന്ന്. അതും നമ്മൾ കണ്ടതാണ്. അത്രമാത്രം ആവേശമാണ്. ഒരു നിമിഷം പോലും പാഴാക്കാനില്ല. ഭക്ഷണം കഴിക്കാതെ പോലും സ്ഥാനാർത്ഥികൾ ആ നിലയ്ക്ക് സമയം ചെലവഴിക്കുന്നതാണ് നമ്മൾ കണ്ടത്. 34 ദിവസവും ഒരു നിമിഷം പോലും മാറ്റിവെക്കാതെ അത്രമാത്രം ആവേശത്തിൽ അത്രമാത്രം തന്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ട് നേരിട്ട തെരഞ്ഞെടുപ്പ് കൂടിയാണ്. 3 മുന്നണികളെ സംബന്ധിച്ചും അഭിമാന പ്രശ്നമായി പാലക്കാടിന്റെ റിസൾട്ട് മാറിയിരിക്കുകയാണ്. അവിടെ വിജയത്തിൽ കുറഞ്ഞതൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് സാഹചര്യം. VV അരുൺ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, UDF സ്ഥാനാർത്ഥിക്കൊപ്പമാണ് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ വാഹന റാലിക്കൊപ്പം അരുൺ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അരുൺ, വലിയ ആവേശം, നമുക്കറിയാം വലിയ ആവേശം തീർത്തുകൊണ്ടാണ് ആ മണ്ഡലത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം എത്തിയത്. അതിനേക്കാൾ വലിയ ആവേശത്തിൽ ഇപ്പോൾ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവരുടെ വാഹന റാലി നീങ്ങുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവിടെ നിന്നും കൂട്ടിച്ചേർക്കാനുള്ള വിവരങ്ങൾ? വലിയ ആവേശം തന്നെയാണ് UDF ക്യാമ്പുള്ളത്. നമുക്കറിയാം 3 മുന്നണികളും അതേ രീതിയിൽ പ്രചരണത്തിലുടനീളം പുലർത്തിയ അതേ ആവേശം വീറും വാശിയും ഈ കൊട്ടിക്കലാശത്തിലും കാട്ടുകയാണ്. ഉരവക്കോട് നിന്നാണ് UDFന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹന പര്യടനം ഈ കൊട്ടിക്കലാശ വേദിയിലേക്ക് ആരംഭിച്ചത്. അതിന് ഈ കൊഴുപ്പ് ഏകിക്കൊണ്ട്, അല്ലെങ്കിൽ അതിന് കൂടുതൽ ആവേശം നൽകിക്കൊണ്ട് രമേശ് പിഷാരടി, നമുക്കറിയാം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വേദികളിലെ പ്രത്യേകിച്ച് ഇത്തരം കൊട്ടിക്കലാശ റോഡ് ഷോ വേദികളിലെ സ്ഥിരം മുഖമാണ്, സാന്നിധ്യമാണ് സിനിമാ താരം രമേശ് പിഷാരടിയും ആ വാഹന പര്യടനത്തിലേക്ക് എത്തുകയായിരുന്നു. രാഹുലിനൊപ്പം ജീപ്പിൽ, തുറന്ന ജീപ്പിൽ രമേശ് പിഷാരടിയും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കോൺഗ്രസിലേക്ക് എത്തിയ BJP മുൻ നേതാവ് സന്ദീപ് വാര്യറും
രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുണ്ട്. അതുപോലെ തന്നെ UDF-ന്റെ MLA-മാർ, പുനഃപ്രതി ശിഹാബ്ദങ്ങളെ പോലെയുള്ള ഘടകകക്ഷി പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ റോഡ് ഷോയിൽ അണിനിരക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ആവേശം തന്നെയാണ് പ്രവർത്തകർ. കിലോമീറ്ററുകളുള്ള അരുൺ, നമുക്കറിയാം സാധാരണ കൊട്ടിക്കലാശത്തിൽ ആ കൊട്ടിക്കലാശം നടക്കുന്ന ഇടത്തേക്ക് ഈ വാഹന റാലികൾ എത്തിച്ചേരേണ്ടുന്ന സമയമായിരിക്കുന്നു. പക്ഷേ ഇവിടെ അത് വൈകുകയാണ് എന്ന് തോന്നുന്നു. അത്രമാത്രം ആളുണ്ട്. വാഹനം വളരെ പതുക്കെ മാത്രമാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഒലവങ്കോട് നിന്ന് ആരംഭിച്ച റാലി എപ്പോഴേക്ക് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരും? 5 കിലോമീറ്ററാണ് ഒലവക്കോട് മുതൽ ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് വരെയുള്ള ഏകദേശ ദൂരം. സാധാരണഗതിയിൽ ഒരു 5-10 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരേണ്ട ദൂരം മാത്രമാണ്. പക്ഷേ നമുക്കറിയാം വലിയ പ്രവർത്തക പങ്കാളിത്തം. അത് കാൽനടയായും ഈ വാഹന വ്യൂഹത്തിനൊപ്പം ജീപ്പിനൊപ്പം ഓടിയും അതുപോലെ തന്നെ ബൈക്കുകളിലും കാറിലും ഓട്ടോറിക്ഷകളിലും ഒക്കെയായി നിരവധി പ്രവർത്തകർ ഈ റാലിക്ക് ഒപ്പമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം വൈകുന്നത്. ഈ റാലി അവിടെ എത്തിച്ചേരാൻ വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ട്. നേതാക്കളുടെ വലിയ ബാഹുല്യമുണ്ട്. ഘടകകക്ഷികളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, MLA-മാർ, കോൺഗ്രസ് നേതാക്കൾ ഒക്കെ ഈ റാലിയുടെ ഭാഗമാവുകയാണ്. വലിയ ആവേശത്തോടു കൂടിയാണ് കോൺഗ്രസ് ക്യാമ്പ് ഈ റാലിയെ സ്വീകരിക്കുന്നത്. മറ്റ് 2 മുന്നണികളും സമാനമായ ഒരു ആവേശം 2 മുന്നണികളുടെ പ്രകടനത്തിലും നമുക്ക് കാണാം. ഇത്രയധികം ദൂരം വന്നു എന്നുള്ളതാണ് ഈ UDF-ന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ റാലി ഇത്രയധികം സമയമെടുക്കുന്നത് ഇവിടേക്ക് വരാൻ. അത്രയധികം ആൾക്കൂട്ടവും ഉണ്ടായത്. ഏതായാലും ഓരോ ദിവസവും നമ്മൾ കണ്ടതാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലേക്ക് വന്നത് മുതലുള്ള ഒരു ആവേശം അത് വലിയ രീതിയിൽ വർദ്ധിക്കുന്നു. UDF ക്യാമ്പിന്റെ ആവേശം വർദ്ധിക്കുന്നു. UDF പ്രവർത്തകരുടെ ആവേശം വർദ്ധിക്കുന്നു. നമുക്കറിയാം ഈ പുറത്തുനിന്നുള്ള പ്രവർത്തകർ പോലും നമ്മൾ നിരവധി ആളുകളോട് സംസാരിക്കുമ്പോൾ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും കൊല്ലത്തു നിന്നും മലപ്പുറത്ത് നമുക്ക് നിരവധി പ്രവർത്തകർ അവസാന ദിവസം ഈ കൊട്ടിക്കലാശം കാണാൻ അവിടേക്ക് എത്തുകയാണ്. അതുകൊണ്ട് അതുകൂടി ഇവിടുത്തെ തിരക്ക് വർദ്ധിപ്പിക്കാൻ കാരണമായെന്ന് പറയാം. സന്ദീപ് വാര്യരുടെ സാന്നിധ്യമാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. സന്ദീപ് വാര്യരെ മാറ്റി നിർത്തുകയല്ല. വലിയ വിവാദങ്ങൾ. സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് വന്നാൽ അത് എങ്ങനെ ന്യൂനപക്ഷം സ്വീകരിക്കുമെന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോൾ സന്ദീപ് വാര്യരെ മാറ്റി നിർത്തുകയല്ല, സന്ദീപ് വാര്യരെ ഒപ്പം കൂട്ടുകയാണ് എന്നും കോൺഗ്രസ് നേതൃത്വം ചെയ്തത്. എല്ലാ വെല്ലുവിളികളെയും മറികടന്നുകൊണ്ട് ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾ അതിനെ അംഗീകരിക്കില്ല. കാരണം കടുത്ത ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിച്ച, കടുത്ത മുസ്ലിം വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച ഒരാളാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യരെ കൂടെ കൂട്ടുന്നത് ന്യൂനപക്ഷങ്ങൾ മറിച്ച് ചിന്തിക്കാൻ, UDF-നെതിരായി ചിന്തിക്കാൻ ഇടയാക്കുമെന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നു. അത്തരം ആശങ്കകൾ പങ്കുവച്ചു. അപ്പോഴും സന്ദീപ് വാര്യരെ കൂടെ കൂട്ടിയാണ് ഈ റോഡ് ഷോ എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പുനഃപ്രതി ശിഹാബ്ദങ്ങളും അതുപോലെ തന്നെ സന്ദീപ് വാര്യരും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഷാഫി പറമ്പിലും നജീബ് കാന്തപുരവും അതുപോലെ അൻവർ സാദത്ത് അടക്കമുള്ള MLA-മാരും VC പോലുള്ള MLA-മാരും ഒക്കെ ഈ റോഡ് ഷോയുടെ ഭാഗമാവുകയാണ്. അങ്ങനെ വലിയൊരു ഐക്യം തങ്ങളിലുണ്ട് എന്ന് കാണിക്കാൻ കൂടിയുള്ള അവസരമായി UDF നേതാക്കൾ നേതൃത്വം UDF ക്യാമ്പ് ഈ കൊട്ടിക്കലാശ വേദിയെ കാണുകയാണ്. ഇപ്പോഴും ആ പ്രകടനം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്താറായിട്ടില്ല. അല്പസമയത്തിനകം അവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ ആവേശത്തിൽ UDF സ്ഥാനാർത്ഥിയും മറ്റു നേതാക്കളും വാഹന റാലിയായി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. UDF-നെ സംബന്ധിച്ച് തികഞ്ഞ ആത്മവിശ്വാസം അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ മറ്റു മുന്നണികളും അതേ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഷാഫി പറമ്പലിലൂടെ ഉറപ്പിച്ച അല്ലെങ്കിൽ UDF-ന്റെ ഉറച്ച കോട്ടയാക്കിയ മണ്ഡലം ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ നിലനിർത്തും എന്നത് തന്നെയാണ് UDF-ന്റെ അവകാശവാദം. ഷാഫി പറമ്പിൽ ഒരു സ്ഥാനാർത്ഥി അല്ലാതിരുന്നിട്ടും ഒരു സ്ഥാനാർത്ഥിയുടെ അതേ ആവേശത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം അവിടെ ചെലവഴിച്ചതാണ്. മുന്നിൽ നിന്ന് നയിക്കുന്നത് ഷാഫി പറമ്പിലും VD സതീശനുമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ കൂടിയാകും എന്ന് ആത്മവിശ്വാസത്തോടെ ഇന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. 10,000 വോട്ടിൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന അവരുടെ അവകാശവാദവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം BJP ഇത്തവണ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. പാലക്കാട്ടുകാരെ നയിക്കാൻ പാലക്കാടുകാരനായ ഏക സ്ഥാനാർത്ഥി, യഥാർത്ഥത്തിൽ പാലക്കാട്ടുകാരനായ സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ മാത്രമാണ് എന്നവർ പറയുന്നു. C. കൃഷ്ണകുമാറിലൂടെ 3ാം ബദലിന്റെ തുടക്കം പാലക്കാട് നിന്നുണ്ടാകും എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. BJP ചോദിക്കുന്നു, മുതിർന്ന നേതാവ് ചോദിക്കുന്നു, ആരാണ് സന്ദീപ് വാര്യർ? BJPക്ക് കിട്ടിയ ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിരുന്നു സന്ദീപ് വാര്യറിന്റെ പോക്ക്. പക്ഷേ BJPയെ സംബന്ധിച്ച് സന്ദീപ് വാര്യർ ആരുമല്ല എന്നതാണ് BJP നേതാക്കൾ പറയുന്നത്. പലർക്കും സന്ദീപ് വാര്യർ ആരാണ് എന്ന് പോലും അറിയില്ല. ആവർത്തിച്ച് ചോദിക്കേണ്ടി വരുന്നു സന്ദീപിന്റെ പേരെടുത്ത്. അതേസമയം BJP ക്യാമ്പ് വിട്ട് UDF-ലെത്തിയ സന്ദീപ് വാര്യർക്ക് റോഡ് ഷോയിലും മികച്ച പരിഗണന തന്നെ UDF നൽകുകയാണ്. ആ റോഡ് ഷോയിൽ
സ്ഥാനാർത്ഥി എത്തുന്ന വാഹനത്തിന്റെ മുൻനിരയിൽ തന്നെ സന്ദീപ് വാര്യർക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്നു. സന്ദീപ് വാര്യരെ നമുക്ക് ദൃശ്യങ്ങളിൽ അങ്ങനെ തന്നെ കാണാം. മുനവർ അലി ശിഹാബ് തങ്ങളും മറ്റ് MLA-മാരും അവരുടെയൊക്കെ അകമ്പടിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാഹനവും സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ ഇനിയൊരു സംഗമം നടക്കാനിരിക്കുന്നു. 3 മുന്നണികളുടെയും പ്രവർത്തകർ, സ്ഥാനാർത്ഥികൾ അവിടെ സംഗമിക്കുമ്പോൾ ഈ ആവേശം കൊടുമുടി കയറും. ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടില്ലാത്ത അത്രമാത്രം ആവേശം കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട് കണ്ടതാണ്. ഓരോ ദിവസവും മാറി മാറി വന്ന നിരവധി വിഷയങ്ങൾ ട്വിസ്റ്റ് ഒളിപ്പിച്ചുകൊണ്ടായിരുന്നു പാലക്കാട്ട് ഓരോ പുലരിയും വന്നിരുന്നത്. അതിൽ നിരവധിയായ വിഷയങ്ങളുണ്ട്. ജനകീയ പ്രശ്നങ്ങൾ, ജനകീയ വിഷയങ്ങൾ എത്രമാത്രം ചർച്ച ചെയ്തു എന്നതൊരു ചോദ്യമാണ്. അപ്പോഴും കോൺഗ്രസ് അവകാശപ്പെടുന്നു ഞങ്ങൾ ചർച്ച ചെയ്തത് ജനകീയ വിഷയങ്ങളാണ് എന്നത്. സാധാരണക്കാരുടെ വിഷയങ്ങൾ, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നവർ അവകാശപ്പെടുമ്പോൾ മറ്റ് പല വിഷയങ്ങളാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞത്. മറ്റ് പല വിഷയങ്ങളിലേക്കും ചർച്ചകൾ കൊണ്ടുപോകാനുള്ള ബോധപൂർവമായ ശ്രമം അവിടെ ഉണ്ടായിരുന്നു. കള്ളവോട്ട് മുതൽ ഇരട്ട വോട്ട് വരെ എത്തി നിൽക്കുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, സ്ഥാനാർത്ഥികളുടെ സ്ഥലം, സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കിയത് തുടങ്ങിയുള്ള ആരോപണങ്ങൾ, പി.സാരിന്റെ വാർത്താ സമ്മേളനം മുതൽ തുടങ്ങിയതാണ് പാലക്കാട് കേരളത്തെ ഞെട്ടിക്കാൻ. അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഓരോ ദിവസവും വീറും വാശിയും ഏറ്റി 34 ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നു. കൊട്ടിക്കലാശത്തിന്റെ മണിക്കൂർ ഇനി ഏതാണ്ട് 40 മിനിറ്റ് മാത്രം അവശേഷിക്കുന്നു പാലക്കാട്ട് പരസ്യ പ്രചരണത്തിന്. അപ്പോഴും വീറും വാശിയും അതിങ്ങനെ ക്രമാതീതമായി ഉയർന്നുയർന്ന് അതിന്റെ ഏറ്റവും ഉന്നത തലങ്ങളിൽ എത്തിയിരിക്കുകയാണ്. 3 മുന്നണികൾക്കും വിജയപ്രതീക്ഷ തന്നെയാണുള്ളത്. ഒരു ത്രികോണ മത്സരം എന്ന് പല മത്സരങ്ങളെയും നമ്മൾ വിശേഷിപ്പിക്കുന്നെങ്കിലും കേരളത്തിലെ ത്രികോണ മത്സരം അതിന്റെ യഥാർത്ഥ തലത്തിൽ കാണാൻ കഴിയുന്നത് പാലക്കാട് തന്നെയാണ്. തുല്യ ശക്തികളായി 3 മുന്നണികളും മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത്തവണ മത്സരം ആരൊക്കെ തമ്മിൽ എന്നത് പാലക്കാടിനെ സംബന്ധിച്ച് വലിയ ചോദ്യമായിരുന്നു. പാലക്കാട് മത്സരം UDF-ഉം BJP-യും NDA-യും തമ്മിൽ എന്നത് UDF ക്യാമ്പിൽ നിന്ന് ആവർത്തിച്ച് VD സതീശൻ ഇന്നും പറയുമ്പോൾ അതിൽ UDF-നുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നത് മുരളീധരൻ്റേതുൾപ്പെടെയുള്ള ശബ്ദങ്ങൾ സൂചിപ്പിച്ചതാണ്. UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരം എന്നത് CPM നേതാക്കൾ ഉൾപ്പെടെ ഉയർത്തി കാണിച്ചതുമാണ്. പക്ഷേ യഥാർത്ഥ മത്സരം ആരൊക്കെ തമ്മിലാണ് എന്നത് ഇപ്പോഴും സസ്പെൻസായി തന്നെ തുടരുന്നു. പാലക്കാട് ജനതയുടെ മനസ്സിൽ എന്താണ്, ആരാണ് എന്നതൊക്കെ അറിയാൻ ഒരു പക്ഷേ നമ്മൾ 23-ന്റെ വോട്ടെടുപ്പിന്റെ അവസാന നിമിഷം വരെയും കാത്തിരിക്കേണ്ടുന്ന സാഹചര്യമാണ്. 2021-ൽ നമ്മൾ കണ്ടതാണ് ഇതുപോലെ ഒരു സസ്പെൻസ് ഒളിപ്പിച്ചു വെച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഉറ്റുനോക്കിയത് പാലക്കാട്ടേക്കാണ്. അവിടെ ആര് മുന്നിൽ, ഇഞ്ചോടിഞ്ച് മത്സരമായിരുന്നു. ഓരോ നിമിഷവും മാറി മറിയുന്ന ലീഡ് നിലയായിരുന്നു. ഏറ്റവും ഒടുവിൽ 3500 വോട്ടിന്റെ ഏതാണ്ട് 3500ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാത്രം ഷാഫി പറമ്പിൽ കടന്നുകൂടുകയായിരുന്നു. ശക്തമായ വെല്ലുവിളിയാണ് E. ശ്രീധരൻ ഷാഫി പറമ്പിലിന് അന്ന് ഉയർത്തിയത്. അതുപോലെ 23-ന് എന്തൊക്കെ സസ്പെൻസ് പാലക്കാട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്നതാണ്. അല്പസമയത്തിനകം തന്നെ പാലക്കാട്ടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളെത്തും. അവരുടെ റാലി അവിടെ എത്തിച്ചേരും. പിന്നീട് അരമണിക്കൂർ മാത്രമായിരിക്കും സമയം കിട്ടുക. അവിടെയുള്ള ഒരു ശക്തി പ്രകടനത്തിന് വലിയ സുരക്ഷാ സന്നാഹങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ശ്രീജിത്തിലേക്ക് പോവുകയാണ്. ശ്രീജിത്ത്, NDA-യുടെ വാഹന റാലി 5:30 എത്തിച്ചേരും എന്നാണ് ശ്രീജിത്ത് നേരത്തെ സൂചിപ്പിച്ചത്. സുരേന്ദ്രൻ അവിടെ എത്തിയോ? വാഹനത്തിലെത്തിയോ? ആവേശം സുരേന്ദ്രൻ എത്തുമ്പോൾ വീണ്ടും കൂടുമോ? തീർച്ചയായും സുരേന്ദ്രന്റെ വരവോടെ കൂടുതൽ ആവേശത്തിലാകും BJP ക്യാമ്പ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് സംസ്ഥാന അധ്യക്ഷൻ ഈ വാഹന റാലിക്കിടെ അതിനൊപ്പം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. എന്തായാലും വൈകാതെ ഈ റാലി അവിടേക്ക് എത്തിച്ചേരുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. BJP നേതാവ് E. കൃഷ്ണദാസ് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഇനി ഒരുപാട് സമയമെടുക്കും. ഇവിടെ നിന്ന് 10 മിനിറ്റിനകം സാധാരണഗതിയിൽ ഈ ട്രാഫിക് ബ്ലോക്ക് അറിയില്ല. ആയിരക്കണക്കിന് ബൈക്കുകളാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് ആ സമാപന സ്ഥലത്ത് എത്തുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഈ കൂടുതൽ ആള് കൂടിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തിരക്ക് സംഭവിച്ചത്. അതെ ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ബൈക്കുകളും ആളുകളുടെയും പങ്കാളിത്തമുണ്ട്. ആയിരക്കണക്കിന് മോട്ടോർ ബൈക്കുകളാണ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സമയമെടുത്തതാണ്.
എന്താണ് ഇതൊരു റിസൾട്ട് ഈ ഒരു ആവേശം ഉണ്ടാകുമോ? അല്ല, ഭാരതീയ ജനതാ പാർട്ടി ചരിത്രമുണ്ടാക്കുമെന്നുള്ളത് ഒരു സംശയവും വേണ്ട. ഇത്തവണ വിജയിക്കുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഞാൻ ഈ ശ്രീധരൻ സാറിന്റെ ഇലക്ഷൻ നയിച്ച ആളാണ്, അന്നത്തെ ജില്ലാ പ്രസിഡന്റാണ്. അന്നത്തെക്കാട്ടും 100 തവണ വർക്ക് ഇവിടെ നടന്നിട്ടുണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്ക്, വളരെ സൈലന്റ് ആയിട്ടുള്ള വർക്ക്. വിജയിക്കുമെന്നത് ഉറപ്പാണ്. ഈ പഞ്ചായത്തുകളാണ് ബിജെപിക്ക് തിരിച്ചടി സാധാരണഗതിയിൽ നഗരസഭയിൽ മുന്നോട്ട് ഉണ്ടാക്കാറുണ്ട്. ഇതോടെ നഗരസഭ മുന്നോട്ട് പോകുമായിരിക്കും, അതിനാർക്കും തർക്കവുമില്ല. പക്ഷേ എങ്ങനെ പഞ്ചായത്തിലെത്താകും? പഞ്ചായത്തിന് വേണ്ടി ഞങ്ങളൊരു പ്രത്യേക പ്ലാൻ തന്നെ ഇത്തവണ ഉണ്ടാക്കിയിരുന്നു. അത് വോട്ട് എണ്ണുന്ന സമയത്ത് അതിൽ വ്യത്യാസം മാറ്റം ഉണ്ടാകുന്ന ഉറപ്പാണ്. മാറ്റമുണ്ടാവുന്ന ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. ഈ ശ്രീധരനെക്കാട്ടിൽ വലിയ സ്ഥാനാർത്ഥിയൊന്നും അല്ലല്ലോ. ഓരോ തവണ ഇനിയാണെങ്കിലും വരാൻ പോകുന്നൊരു ചോദ്യമാണ് അപ്പുറത്തുള്ളവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെന്താണ്? സി കൃഷ്ണകുമാറിന് ഏതാണ്ട് 52-53 വയസ്സായി. ഇത് ജനിച്ച മണ്ണാണ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിനുള്ള വ്യക്തിപരമായ അദ്ദേഹത്തിനുള്ള ബന്ധങ്ങൾ ഒരു സ്ഥാനാർത്ഥിക്കും ഇല്ല. അതാണ് സി കൃഷ്ണകുമാറിനെ സംരക്ഷിക്കുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം 20 വർഷക്കാലം ജനപ്രതിനിധിയായിരുന്നു. ഓരോ തവണയും വ്യത്യസ്ത വാർഡുകളിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ആളാണ്. പാലക്കാട് നഗരസഭയിൽ വികസനം കൊണ്ടുവരുന്നതിൽ മുൻപന്തിയിൽ നിന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ 2 സ്ഥാനാർത്ഥികൾക്കെതിരെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണെന്ന് പാലക്കാട് ജനങ്ങൾ വിലയിരുത്തി. പാലക്കാട്ടുകാരൻ എന്നുള്ളത് പാലക്കാട്ടുകാരനെയാക്കും പാലക്കാട്ടുകാരെ ജയിപ്പിക്കുക, അങ്ങനെ ഒരു ഇത് കൂടി ഉണ്ടോ? 100% പാലക്കാട്ടുകാർ ഇപ്പൊ പറയാൻ തുടങ്ങി. ഞങ്ങളുടെ പട്ടാമ്പിന്റെ ആളുകളെ ജയിപ്പിച്ച് 13 കൊല്ലം പരീക്ഷിച്ചു, എന്ത് കിട്ടി പാലക്കാടിൽ നിന്ന് ചോദിക്കാൻ തുടങ്ങി. ഒരു KSRTC ബസ് സ്റ്റാൻഡാണോ ഷാഫി പറമ്പിലെ മേന്മ എന്ന് പറയുന്നത്? ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു, ഇന്നും അവിടെ സർജറി ഇല്ല. നിങ്ങൾക്കറിയാം ഇവിടെ നടക്കുന്ന വിഷയങ്ങൾ. ഷാഫി പറമ്പിൽ ഇന്നേ വരെ ഈ 13 വർഷത്തിൽ ഒരു റിപ്പോർട്ട് കാർഡ് പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ 13 കൊല്ലം അദ്ദേഹം എന്ത് ചെയ്തു? അതൊരു റിപ്പോർട്ട് കാർഡ് ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയുടെ ഈ 10 വർഷക്കാലം, പാലക്കാട് നഗരസഭയുടെ ഈ 9 വർഷക്കാലം ഇവിടെ എന്ത് നടന്നു എന്ന് ജനങ്ങളുടെ മുമ്പാകെ ഒരു റിപ്പോർട്ട് കാർഡ് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പുറത്ത് സരിന്റെ സാധ്യത എന്താകും? നിങ്ങൾ എന്താണ് എന്ന് കരുതുന്നത്? നിങ്ങളുടെ ഒരു കണക്കെന്താണ്? സരിൻ സത്യത്തിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല, ചിഹ്നമില്ല. ആ പാർട്ടി അവരുടെ പ്രവർത്തകരെ ചിഹ്നം പഠിപ്പിക്കാൻ പാടുപെടുകയാണ്. സെതോസ്കോപ്പ് എന്ന് പറഞ്ഞ് ഒരു ദിവസം മുഴുവൻ ട്യൂഷൻ എടുത്തു കൊടുത്തു. ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർക്ക് പറയാൻ കിട്ടുന്നില്ല ആ പാവങ്ങൾക്ക്. ഇപ്പൊ അവസാനം വീടുകളിൽ പോയിട്ട് പറയുന്നത് ഡോക്ടറുടെ കഴുത്തിൽ തൂങ്ങുന്ന പാമ്പ്, ഡോക്ടറുടെ കഴുത്തിൽ തൂങ്ങുന്ന കുഴല്, ഇതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ സാധാരണക്കാരായ മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്ക് ഇന്നും അവര് അരിവാൾ ചുറ്റിക നക്ഷത്രം, ആ ചിഹ്നമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അത് കണ്ടില്ലെങ്കിൽ അവർ ഒന്നാമത്തെ ചിഹ്നത്തിൽ കുത്തുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അവർ സ്വാഭാവികമായിട്ടും കൈപ്പത്തിക്ക് കുത്തില്ലേ? അങ്ങനെയൊക്കെ പല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അങ്ങനെ ഉണ്ടാകുന്ന പറയാറുണ്ട്. 1 കഴിഞ്ഞിട്ടേ 2ലേക്ക് വരുള്ളൂ. അപ്പൊ ആദ്യം 1ലേക്കേ കുത്തുള്ളൂ. അവർക്ക് താമരക്കാട്ടിൽ കുറച്ചുകൂടി ഇഷ്ടം കൈപ്പത്തി ആയിരിക്കില്ലേ? അല്ല, അങ്ങനെയല്ല. അതായത് കഴിഞ്ഞ പ്രാവശ്യം അവര് കൈപ്പത്തിക്ക് കുത്തിയിട്ട് അവര് പറഞ്ഞല്ലോ ഞങ്ങൾക്ക് അബദ്ധം പറ്റിയെന്ന്. ഷംസീർ പറഞ്ഞല്ലോ നിയമസഭയിൽ. ഷാഫി, എങ്ങനെയാണ് താൻ ഈ തവണ ജയിച്ചതെന്ന് എല്ലാവർക്കും അറിയാം, അടുത്ത തവണ ഉണ്ടാവില്ല എന്ന് ആരാ പറഞ്ഞത്? നിയമസഭയിലെ സ്പീക്കറാ പറഞ്ഞത്. പിറ്റേ ദിവസം ആ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പിൻവലിച്ചു റെക്കോർഡുകളിൽ. അത് മറ്റൊരു വിഷയം. പക്ഷേ AK ബാലൻ സമ്മതിച്ചു, സരിൻ സമ്മതിച്ചു, അവരുടെ വോട്ട് പോയിട്ടുണ്ട്. ഇത്തവണ അവരുടെ വോട്ട് പോകില്ല എന്നാണ് അവര് പറയുന്നത്. എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു പ്ലാൻ ഉണ്ട്. എന്തായാലും അവിടെ വോട്ട് കച്ചവടം എന്ന പഴയ കാര്യം, വോട്ട് മറിക്കൽ എന്ന പഴയ ആരോപണത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയായിരുന്നു BJP നേതാവ്. സഭയിൽ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഈ നിമിഷവും. പക്ഷെ ഇത്തവണ അതുണ്ടാകില്ല. കാരണം 3 മുന്നണികളും വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മറിക്കാനൊന്നും ആരും തയ്യാറാകില്ല. തങ്ങളുടെ പെട്ടിയിൽ കൂടുതൽ വോട്ട് എന്നത് ഒറ്റ ലക്ഷ്യം മാത്രമാണ് പാലക്കാട് ഇത്തവണ ഓരോ മുന്നണിക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ വോട്ട് മറിക്കലൊക്കെ പഴങ്കഥയായി മാറിയിരിക്കുന്നു പാലക്കാടിനെ സംബന്ധിച്ച്. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി അല്പസമയത്തിനകം തന്നെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാഹനങ്ങൾക്ക് വേഗം കൂടുന്നു. കാരണം സമയം അവസാനിക്കുകയാണ്. ഇനി ഏതാണ്ട് അരമണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലെത്തി അവിടെ
അവിടെ ഒരു ശക്തി പ്രകടനം കൂടി നടത്തിയെങ്കിൽ മാത്രമേ ഈ കൊട്ടിക്കലാശത്തിന് പൂർണ്ണത കൈവരൂ. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലേക്ക് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി ഇനി വാഹനങ്ങൾ നീങ്ങും. വലിയ ആവേശം 3 ക്യാമ്പിലും നമുക്ക് കാണാം. വർണ്ണശബളമാണ് 3 ക്യാമ്പിലും. ബലൂണുകൾ, കൊടികൾ, മറ്റ് കലാരൂപങ്ങൾ ഒക്കെയും അണിനിരത്തിക്കൊണ്ട് എല്ലാ വിധത്തിലും ഏറ്റവും കൂടുതൽ ആർഭാടം കാണിച്ചുകൊണ്ട് ശക്തി പ്രകടനമാക്കി അതിനെ മാറ്റാൻ ശ്രമിച്ചിരിക്കുകയാണ് 3 മുന്നണികളും. MP രാജേഷും EN സുരേഷ് ബാബുവും അവർ മുന്നിൽ നിന്ന് നയിക്കുന്നു LDF ക്യാമ്പിനെ. ഇന്നലെ ഏതാണ്ട് 34 ദിവസം മുൻപ് വരെ കോൺഗ്രസിലായിരുന്ന സരിൻ LDFന്റെ സ്ഥാനാർത്ഥിയായി വാഹനത്തിൽ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി MP രാജേഷും EN സുരേഷ് ബാബു ജില്ലാ സെക്രട്ടറിയും അപ്പുറവും ഇപ്പുറവും നിന്ന് നയിക്കുന്നു ഈ വാഹന റാലി. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ, MLA-മാരുടെ നിരയുണ്ട്, മറ്റ് ലീഗ് നേതാക്കളുണ്ട്. സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസങ്ങൾ വരെയും BJPക്കൊപ്പമായിരുന്ന ഇടഞ്ഞു നിന്നിരുന്ന സന്ദീപ് വാര്യറിനെ വാഹനത്തിന് മുമ്പിൽ നിർത്തി ആ വാഹനം റോഡ് ഷോ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് എത്തുകയാണ്. K സുരേന്ദ്രനെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അല്പസമയത്തിനകം തന്നെ സ്ഥാനാർത്ഥിക്കൊപ്പം വാഹനത്തിൽ അദ്ദേഹം കയറും. ഇപ്പോൾ പ്രവർത്തകർക്കൊപ്പം അദ്ദേഹം നടന്നു വരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ആവേശം BJP ക്യാമ്പിലുണ്ട്. കഴിഞ്ഞ തവണത്തേതുപോലെയല്ല വോട്ട് മറിക്കൽ ഇത്തവണ ഉണ്ടായിട്ടില്ല എങ്കിൽ തങ്ങളുടെ വിജയം സുനിശ്ചിതം എന്നതാണ് BJP കരുതുന്നത്. നഗരസഭ കേന്ദ്രീകരിച്ചാണ് BJP മാക്സിമം വോട്ടുകൾ കഴിഞ്ഞ തവണകളിൽ നേടിക്കൊണ്ടിരുന്നത്. പക്ഷേ അതേപോലെ വോട്ട് സമാഹരിക്കാൻ അവർക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇത്തവണ സാഹചര്യം വ്യത്യസ്തമാണ് എന്നവർ വിശ്വസിക്കുന്നു. പാലക്കാട്ടുകാരനായ സ്ഥാനാർത്ഥി എത്തുന്നതോടുകൂടി ആ കുറവ് കൂടി പരിഹരിച്ച് മാക്സിമം വോട്ട് സമാഹരിക്കാമെന്നതാണ് BJPയുടെ പ്രതീക്ഷ. പക്ഷേ കാത്തിരുന്നു തന്നെ കാണണം. 3 മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിൽ. പല വിഷയങ്ങൾ മാറിമറിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തെരഞ്ഞെടുപ്പ്, ആവേശം കണ്ട തെരഞ്ഞെടുപ്പ്. ഒരു മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് പാലക്കാട് പോയ മാധ്യമപ്രവർത്തകരെല്ലാം പറയുന്നത് ഇതുപോലെ ഒരു വീറും വാശിയും കണ്ടിട്ടില്ല ഒരു തെരഞ്ഞെടുപ്പിലും എന്നതാണ്. അവിടെ പാലക്കാട് എത്തുന്നത് പാലക്കാട്ടുകാർ മാത്രമല്ല, ഈ കൊട്ടിക്കലാശത്തിൽ പോലും നമ്മുടെ നാടിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് പല പാർട്ടിക്കാർ അവിടേക്ക് എത്തുന്നു തങ്ങളുടെ മുന്നണിക്കൊപ്പം അണിനിരക്കാൻ. 7 ദിവസം തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്, രഥോത്സവത്തെ തുടർന്ന് മാറ്റിവെച്ചത് തന്നെ അനുഗ്രഹമായി മാറിയിരിക്കുന്നു മുന്നണികൾക്ക്. പല അവിടങ്ങളിൽ ചേലക്കരയിലെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഇന്നലെ തന്നെ പാലക്കാട് എത്തിയിരുന്നു. അവിടങ്ങളിലെ പ്രവർത്തകർ കൂടി പാലക്കാട്ടേക്ക് എത്തുന്നു. അവർ അവിടെ കേന്ദ്രീകരിക്കുന്നു. അത്രമാത്രം ആവേശമായി പാലക്കാട് തെരഞ്ഞെടുപ്പ് മാറുകയാണ്. പാലക്കാട്ടെ പൂരം നമ്മൾ ഇപ്പോൾ സ്ട്രിപ്പിൽ കാണുന്നത് പോലെ തന്നെ പാലക്കാട് ഒരു പൂരം അരങ്ങേറിയിരിക്കുന്നു. തൃശൂർ പൂരത്തിലെ ബാക്കിയാണ് ഇപ്പോൾ നമ്മൾ പാലക്കാട് കണ്ടുകൊണ്ടിരിക്കുന്നത്. BJPയുടെ അവകാശവാദം തൃശൂരിൽ തുറന്ന അക്കൗണ്ട് അതുവഴി ഇപ്പോൾ പാലക്കാട്ടേക്ക് എത്തിക്കും എന്നതാണ്. BJP വലിയ ആത്മവിശ്വാസത്തിലാണ്. സരിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സരിന്റെ ചിഹ്നം അതൊരു പ്രശ്നമാക്കി BJP ഇപ്പോഴും ഉയർത്തിക്കാട്ടുന്നുണ്ട്. പക്ഷെ ആ കുറവൊക്കെ പരിഹരിച്ചു. ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ചിഹ്നം. പാലക്കാട് KL നയനാണ്, തന്റെ സ്ഥാനം വോട്ടർ പട്ടികയിൽ 9 അതൊക്കെയും അനുഗ്രഹമാണ്, അതൊക്കെയും ഒരു സൂചനയാണ് എന്നൊക്കെ സരിൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിക്ക് ചിഹ്നം സംബന്ധിച്ച് യാതൊരു ആശങ്കയും സരിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇല്ല എന്നതാണ് അദ്ദേഹത്തിന്റെ വാചകങ്ങൾ സൂചിപ്പിക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തിൽ 3 മുന്നണികളും. BV അരുൺ വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ഇനി അരമണിക്കൂർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലെത്തി അവിടെ ഒരു ശക്തി പ്രകടനം കൂടി കാഴ്ചവെച്ചാൽ മാത്രമേ ഈ കൊട്ടിക്കലാശം അതിന്റെ എല്ലാ ആവേശത്തിലേക്കും കടക്കുകയുള്ളൂ. എപ്പോഴേക്ക് എത്തും? പറഞ്ഞോളൂ. രേണുക, ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകും എത്രത്തോളം ആവേശത്തിലാണ് പ്രവർത്തകർ എന്ന കാര്യം. ഈ റോഡിന്റെ ഇരു വശങ്ങളിലും തെങ്ങി നിറഞ്ഞു നിന്ന പ്രവർത്തകർ ഈ കൊട്ടിക്കലാശം ആഘോഷമാക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ആഘോഷമാക്കുകയാണ് പ്രവർത്തകർ. വലിയ തിക്കും തിരക്കും ഈ റോഡ് പൂർണ്ണമായും ഗതാഗതമൊക്കെ സ്തംഭിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും പ്രവർത്തകർ കൈയടക്കിയിരിക്കുകയാണ്. 3 രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തകർ ഈ പാലക്കാടിന്റെ വീതികൾ ആവേശത്തോടെ കൈയടക്കിയിരിക്കുകയാണ്. ഒരു ഉത്സവ അന്തരീക്ഷം പൂർണ്ണമായും ഈ പാലക്കാട് കാണാൻ നമുക്ക്. നമ്മളിപ്പോൾ ഉള്ളത് ഈ UDF
ക്യാമ്പിനൊപ്പമാണ് UDF-ന്റെ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയ്ക്ക് ഒപ്പമാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ റോഡിന്റെ ഇരുവശവും തിങ്ങി നിറഞ്ഞ പ്രവർത്തകരുടെ വലിയ ലൈവിൽ അരുൺ അവിടേക്ക് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. റോഡിന്റെ ഇരുവശം എന്നൊന്നും പറഞ്ഞാൽ പോരാ കേട്ടോ, ആ റോഡ് മുഴുവൻ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആളുകൾ പാലക്കാട്ടുകാർ ഇതൊരു ആഘോഷമാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെ കരുതുന്നു. പാർട്ടി പ്രവർത്തകർ അല്ലാത്തവരെയും ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ആഘോഷം കാണാനെത്തിയവർ, നമുക്കറിയാം ഓണാഘോഷവും ഘോഷയാത്രയും ഒക്കെ കാണാൻ റോഡിന് ഇരുവശവും ആളുകൾ തടിച്ചുകൂടുന്നത് പോലെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണികളുടെ റോഡ് ഷോ കാണാൻ പാർട്ടി പ്രവർത്തകരല്ലാത്ത ജനങ്ങളും തടിച്ചുകൂടിയിട്ടുണ്ട് റോഡിന് ഇരുവശവും. അത്രമാത്രം ആഘോഷമായി പാലക്കാട് ഈ ഉപതെരഞ്ഞെടുപ്പിന് ഏറ്റെടുത്തിരിക്കുകയാണ്. പാലക്കാടിന്റെ ചരിത്രത്തിലെ ആദ്യ ഉപതെരഞ്ഞെടുപ്പാണ്. കേരളം പോലും കണ്ടിട്ടില്ലാത്ത ഉപതെരഞ്ഞെടുപ്പാക്കി പാലക്കാട്ടുകാർ ആ ഉപതെരഞ്ഞെടുപ്പിനെ മാറ്റിയിട്ടുണ്ട്. രഥോത്സവത്തിനേക്കാൾ വലിയ ആൾക്കൂട്ടം നമുക്ക് ഇപ്പോൾ ആ വാഹന റാലികളിൽ കാണാം. കഴിഞ്ഞ ദിവസം രഥോത്സവം എത്രമാത്രം ആവേശത്തിലാണ് അവിടെ നടന്നതെന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അതിലും വലിയ ആവേശമാണ്. തൃശൂർ പൂരത്തിനേക്കാൾ വലിയ പൂരം അവിടെ നടക്കുകയാണ്. അത്രമാത്രം ആവേശത്തോടെ വീറും വാശിയോടും കൂടി സ്ഥാനാർത്ഥികൾ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് എത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ക്യാമ്പിലാണ്, അവർക്കൊപ്പമാണ് VV അരുൺ ഉള്ളത്. അരുൺ, കേൾക്കാമോ? ആവേശം കൊണ്ട് ശബ്ദം മയമായിരിക്കും അവിടെ. കേൾക്കാമോ എന്നെ? അവിടെ വലിയ ആവേശമാണ്. പാട്ടും ഡാൻസും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് ബസ് സ്റ്റാൻഡിനടുത്തേക്ക് ആ വാഹന റാലി എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ആവേശക്കടലായി അവിടെ മാറുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരം ആവേശക്കടലായി മാറും. പ്രവർത്തകർ നൃത്തം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് കഴിഞ്ഞ ഈ വരവിലൊക്കെയും ഇത് തന്നെയായിരുന്നു. ആ വാഹനത്തിന് മുന്നിൽ ഡാൻസും മേളവും ഒക്കെ നമ്മൾ കണ്ടതാണ്. യുവാക്കളുടെ വലിയ നിര ഈ മൂന്ന് മുന്നണികളുടെയും വാഹന ജാഥയ്ക്ക് മുന്നിലുണ്ട്. അവർ ആവേശ കൊടുമുടി കയറുന്നതാണ് നമ്മൾ കാണുന്നത്. UDF ക്യാമ്പിന്റെ ദൃശ്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് വലിയ ഫ്രെയിമിൽ കൊടുക്കാം. AK ബാലൻ ഇപ്പോൾ എത്തുന്നുണ്ട് സ്ഥാനാർത്ഥിക്കൊപ്പം. ഇത് UDF ക്യാമ്പിലെ ആവേശമാണ് നമ്മൾ കാണുന്നത്. വർണ്ണശബളമാണ്. വലിയ ആവേശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നു. AK ബാലൻ പി സരിനൊപ്പം എത്തിയിട്ടുണ്ട്. ഇതുവരെ MP രാജേഷും EN സുരേഷ് ബാബുമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ AK ബാലൻ അവർക്കൊപ്പം ചേരുന്നു. വാഹനത്തിൽ AK ബാലൻ സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കൈകൊടുക്കാൻ വൈമനസ്യം കാട്ടിയ ക്ഷുദ്രജീവികളെ തറപറ്റിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിന്റെ ചരിത്രത്തിലാദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ സരീൻ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ചിഹ്നമായ ഡോക്ടർ കുടൽ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി ആദ്യമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സന്ദീപ് വാര്യർ RSSൽ നിന്ന് രാജിവെച്ചിട്ടുണ്ടോ? ഹിന്ദുത്വ ആശയത്തോട് എനിക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? RSSും SDPIയും UDFും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ഏത് വൃത്തികെട്ട രൂപത്തിലേക്കാൾ ഈ മണ്ഡലത്തിലെ ജനതയെ തെറ്റിദ്ധരിപ്പിച്ചത് എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ UDF പ്രകടമായി SDPIയുമായി ബന്ധപ്പെട്ടുകൊണ്ട് RSSുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരവിശുദ്ധ മുന്നണി ഉണ്ടാക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് പോയത്? സാധാ നിലയിലുള്ള മര്യാദക്കുള്ള രാഷ്ട്രീയം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഡോക്ടർ സരീനെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. അവസാന മിനിറ്റുകളിൽ എന്ന് പറയാം. ഇനി ഏതാണ്ട്
10-25 മിനിറ്റ് മാത്രമാണ് പരസ്യ പ്രചരണം അവസാനിക്കാനുള്ള സമയമുള്ളത്. ആ സമയം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു AK ബാലൻ. അവിടെ ഇപ്പോൾ BV അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ആവേശക്കടലായി മാറിയിരിക്കുന്നു അവിടം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, DJ മ്യൂസിക് ഉണ്ട്, ഒപ്പം തന്നെ ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട്. എല്ലാ തരത്തിലും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കൊട്ടിക്കലാശമായി തന്നെ പാലക്കാട്ടെ കൊട്ടിക്കലാശം മാറുകയാണോ? മതനിരപേക്ഷ ശക്തികൾ, വിശ്വാസികൾ ഞങ്ങളെ ആരും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഇത് ഈ കൊട്ടിക്കലാശത്തെ ഒരു ചരിത്ര സംഭവമാക്കി മാറ്റിയത്. അതിൽ പങ്കാളികളായ നിങ്ങളെ എല്ലാവരെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി, CPIM സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സഹോദരീ സഹോദരന്മാരെ, സഖാക്കളെ, പാലക്കാടിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മനുഷ്യ മഹാപ്രവാഹമാണ് ഈ കൊട്ടിക്കലാശത്തിൽ അണിനിരന്നിട്ടുള്ളത്. പാലക്കാട് മുഴുവൻ മഹാസാഗരമായി മാറിയിരിക്കുന്നു പാലക്കാട് എന്നതാണ് MP രാജേഷ് പറയുന്നത്. ഇടത് ക്യാമ്പിലെ ആവേശം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ ജനക്കൂട്ടം അവിടെയുണ്ട്. അവർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ മന്ത്രി MP രാജേഷ് സംസാരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ NDAയുടെയും UDFന്റെയും വാഹന റാലികൾ കൂടി അവിടേക്ക് എത്തും. എങ്ങനെയാണ് വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം ഇടതുപക്ഷം പിടിച്ചെടുത്ത് ചരിത്രം സൃഷ്ടിച്ചത്, അതുപോലെ പാലക്കാട്ടിന് 23-ാം തീയതി ഒരു പുതിയ ചരിത്രം എഴുതാൻ പോവുകയാണ്. വട്ടിയൂർക്കാവിന്റെ ആവർത്തനം എന്നത് ഇടത് ക്യാമ്പ് ആദ്യ ദിനം മുതൽ പറയുന്നതാണ്. ഇടത് ക്യാമ്പ് ആദ്യ ദിനം മുതൽ പറയുന്നു വട്ടിയൂർക്കാവിന്റെ ആവർത്തനമാണ് പാലക്കാട് നടക്കാൻ പോകുന്നതെന്ന്. അതിന്റെ ആത്മവിശ്വാസം ഇപ്പോഴും മന്ത്രി MP രാജേഷിന്റെ വാക്കുകളിലുണ്ട്. ഇടത് ക്യാമ്പ് പ്രതീക്ഷയിൽ തന്നെയാണ്. 3-ാം സ്ഥാനത്ത് നിന്ന് 1-ാം സ്ഥാനത്തേക്ക് അവർ എത്തുകയാണെങ്കിൽ അതൊരു അട്ടിമറിയായിരിക്കും, അതൊരു ചരിത്രമായിരിക്കും. അതിനുള്ള ആത്മവിശ്വാസം ഇപ്പോഴും ഉണ്ട് ഇടത് ക്യാമ്പിനെന്ന് വേണം കരുതാൻ. മന്ത്രി MP രാജേഷിന്റെ വാക്കുകൾ വട്ടിയൂർക്കാവിലെ അനുഭവം ചൂണ്ടിക്കാട്ടിയുള്ളതാണ്. വട്ടിയൂർക്കാവിന്റെ അനുഭവം അത് ഭരണത്തിലേക്കുള്ളതായിരുന്നു, അതിനുശേഷം തുടർ ഭരണത്തിലേക്കൊക്കെ ഉള്ളതായിരുന്നു. അത്രമാത്രം ആത്മവിശ്വാസമാണ് ഇടത് ക്യാമ്പ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. നമുക്ക് BJPയുടെ വാഹന റാലി, NDAയുടെ വാഹന റാലി എവിടെ എത്തിയെന്ന് അറിയണം. ശ്രീജിത്ത് ഉണ്ട്. ശ്രീജിത്ത്, ഇടത് വാഹന റാലി ഇപ്പോൾ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. NDAയുടെ എവിടെ എത്തി? K സുരേന്ദ്രൻ അവിടെ വാഹനത്തിൽ കയറിയോ? എപ്പോഴേക്ക് എത്തിച്ചേരും? ഇനി സമയമില്ല, 20 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. റിപ്പോർട്ടർമാരെ, ഞങ്ങളുടെ പ്രതിനിധികളെ ആ ജനക്കൂട്ടത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത്രമാത്രം തിരക്കും ആവേശവുമാണ്. അവർ റേഞ്ചിലേക്ക് വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. എന്തായാലും വലിയ തിരക്ക്, വലിയ ആഘോഷം, അതിരുകടന്ന ആഘോഷം എന്ന് തന്നെ നമുക്ക് പറയാം. അത്രമാത്രം വലിയ ആവേശത്തിൽ പാലക്കാട്ട് കൊട്ടിക്കലാശം നടക്കുകയാണ്. ഇനി 20 മിനിറ്റ് മാത്രം അവശേഷിക്കുന്നു. P സരിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഊണുമുറക്കവും ഇല്ലാത്ത പ്രചരണം എന്നതാണ് സരിൻ പറഞ്ഞത്. ഭക്ഷണമൊക്കെ പിന്നെ കഴിക്കാമല്ലോ എന്നതാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പറഞ്ഞത്. ഊണുമുറക്കവും ഇല്ലാത്ത പ്രചരണത്തിന്റെ എല്ലാ ക്ഷീണവും P സരിന്റെ മുഖത്തുണ്ട്. പക്ഷേ ആത്മവിശ്വാസത്തിൽ മാത്രം ഒരു കുറവുമില്ല. ഞങ്ങൾ ജയിക്കും ഇത്തവണ എന്ന് ആവർത്തിച്ച് 3 സ്ഥാനാർത്ഥികളും പറയുന്നുണ്ട്. BJP ക്യാമ്പിൽ വലിയ ആവേശം. കഴിഞ്ഞ തവണയൊക്കെ നഷ്ടപ്പെട്ടു പോയ ജയം ഇത്തവണ ഉറപ്പായും ഞങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് NDA ക്യാമ്പ് ഉറച്ചു തന്നെ വിശ്വസിക്കുന്നു. K സുരേന്ദ്രൻ അവിടെ എത്തിയിട്ടുണ്ട്. K സുരേന്ദ്രന്റെ നേതൃത്വത്തിലായിരിക്കും അവരുടെ കൊട്ടിക്കലാശം നടക്കുക. ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. BV അരുൺ വീണ്ടും ചേരുകയാണ്. അരുൺ, LDF ക്യാമ്പിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഇതുവരെ ഇല്ലാത്ത ആവേശം.
ഒരു ആവേശമാണ്. അത് സ്വാഭാവികമായി ഉള്ളിൽ നിന്ന് വരുന്ന ഒരു നൃത്തമാണ്. ഇത് വിജയത്തിന്റെ നൃത്തമാണ്, വിജയത്തിന് മുന്നോടിയായിട്ടുള്ള നൃത്തമാണ്. ഇത് ഒരു സമരം രാഹുൽ മാങ്കൂട്ടത്തിൽ വമ്പിച്ച കണ്ട ജനാവലി കണ്ടില്ലേ, ഇത് വമ്പിച്ച വിജയം, യാതൊരു സംശയമില്ല. ഈ രണ്ട് ഗവൺമെന്റിനെതിരെ താക്കീതാണ്. ഇത് കണ്ട് സന്ദീപ് ആര് വന്ന് കണ്ടില്ലേ? എങ്ങനെയുണ്ട് ഈ ഒരു ആവേശം? കോൺഗ്രസ് ക്യാമ്പിൽ ആദ്യത്തെ ഒരു ആവേശം എല്ലാം ഒട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷ അത് തന്നെയാണ് വലിയ ആവേശം. തിങ്ങി നിറഞ്ഞ പ്രവർത്തനം തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെ കോൺഗ്രസ് ക്യാമ്പിന്റെ ആവേശം ഇരട്ടിക്കുന്നത്. എം ലിജു അടക്കമുള്ള നേതാക്കളുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ആവേശം? കടലിരമ്പുന്നത് പോലെയുള്ള ജനാധിപത്യത്തിന്റെ തിരയിളക്കമാണ് ഇത്. 23 പാലക്കാട് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഈ തിര ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഇളകും. ഇത് 23 രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അൻവർ സാദത്തിന്റെ അതിമനോഹരമായ നൃത്തമാണ് ഇവിടെ ഒരുപക്ഷെ കാണുന്നത്. അൻവർ സാദത്ത് എംഎൽഎ, ആലുവ എംഎൽഎ അൻവർ സാദത്തിന്റെ നൃത്തമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അൻവർ സാദത്ത് വളരെ വലിയ ആവേശത്തിലാണ്. ഈ അൻവർ സാദത്തിന്റെ നൃത്തമൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്. അൻവർ സാദത്തിന്റെ നൃത്തം ആദ്യമായി കാണാനുള്ള ഭാഗ്യം കൂടിയാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം മലയാളത്തിലെ ഒരുപാട് നർത്തകന്മാർക്ക് ഒരു വെല്ലുവിളിയാകുമെന്ന് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആലുവ സിനിമാ മേഖല കൂടെയാണ്. ആലുവയൊക്കെ സിനിമാ മേഖല കൂടെയാണ്. ആലുവ സിനിമാ മേഖലയാണ്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഈ കഴിവ്, ഇത്രയും കാലം നമ്മൾ അറിയാത്ത ഒരു കഴിവ് ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നു. ജ്യോതികുമാർ ചാമക്കാർ ഉൾപ്പെടെ നേതാക്കളുടെ കിലോമീറ്ററുള്ള ഓടിയാണ് ഇവിടെ എത്തിയത്. എങ്ങനെ ഉണ്ടായിരുന്നു? കിലോമീറ്ററുള്ള ഓടിയാണ് ഇവിടെ എത്തിയത്. രമ്യ ഹരിദാസിനെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ചേലക്കരയിൽ രാഹുൽ എത്തിയ അവസാന നിമിഷം വലിയ ആവേശം പകർന്നിരുന്നു. ആ ആവേശം തിരിച്ചു നൽകാൻ രമ്യ ഹരിദാസും എത്തിയിട്ടുണ്ട്. പതിനായിരക്കണക്കിന് വോട്ടുകൾ ജനങ്ങളുടെ പ്രതികരണം നടന്നുവരുന്ന വഴികളിലൊക്കെ നൽകിയ സ്വീകരണം, സ്ത്രീകൾ ഉൾപ്പെടെ നൽകിയിട്ടുള്ള സ്വീകരണം തീർച്ചയായിട്ടും വലിയ ആവേശം തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പ്. വലിയ ആവേശം തന്നെയാണ്. രമേശ് കൃഷ്ണാണി, ഷെട്ടി അടക്കമുള്ളവർ ഇവിടെയുണ്ട്. എല്ലാ നേതാക്കളും എല്ലാവരും വലിയ ആവേശത്തിൽ, പൂർണ്ണമായും ആവേശത്തിൽ തന്നെയാണ്. വലിയ ആവേശം UDF ക്യാമ്പിൽ. വി അരുൺ അവിടെ നിന്ന് പ്രതികരണം തേടുകയായിരുന്നു. നേതാക്കളുടെ അവസാന നിമിഷവും വലിയ ആവേശം. നൃത്തം ഒരു മത്സര ഇനമാണെങ്കിൽ അൻവർ സാദത്തിന് ഒരുപക്ഷെ അതിൽ ഫസ്റ്റ് കിട്ടിയേനെ. അത്രമാത്രം വലിയ പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. നൃത്യങ്ങളിൽ പോലും തങ്ങൾ പിന്നിലല്ല എന്ന് തെളിയിക്കാനുള്ള പെടാപ്പാടാണ് നേതാക്കളുടെ ഭാഗത്തു നിന്നും. MLA-മാർ, MP-മാർ, മറ്റുള്ള പ്രവർത്തകർ, മുതിർന്ന നേതാക്കൾ എന്നിവരുടെ ഒക്കെ പങ്കാളിത്തം നമുക്ക് കാണാം. UDF ക്യാമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പ്രവർത്തകരെ കൈവീശി കാണിക്കുന്നതിന്റെ തിരക്കിലാണ്. നമുക്ക് അവസാന നിമിഷം ഒരു പ്രതികരണം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ചേലക്കരയിലെത്തി. അവിടെ രമ്യ ഹരിദാസിന്റെ പ്രചരണത്തിന് വലിയ ആവേശം പകർന്നിരുന്നു. രാഹുൽ എന്താണ് ഈ കാണുന്ന ആവേശം? പാലക്കാട് കടലിലെന്നാണ് പറയാറുള്ളത്. പക്ഷെ ഇപ്പൊ ഒരു വലിയ മനുഷ്യക്കടൽ കാണാം. അത് സ്നേഹക്കടലാണ്. അത് വോട്ടാകും. മതേതരത്വത്തിന് ഉറപ്പുള്ള വോട്ടാകും. വലിയ ഭൂരിപക്ഷത്തിൽ രാഹുലിന്റെ പ്രതീക്ഷ ഈ പാലക്കാട്ടെ മനുഷ്യക്കടൽ വോട്ടായി മാറും. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന പ്രതീക്ഷയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സുരേഷ് എം പി നമ്മുടെ പറ്റിയായിരുന്നു. എങ്ങനെയുണ്ട്? ഒരുപാട് തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുണ്ട്. ഇത്ര ആവേശം എവിടെയും കണ്ടിട്ടുണ്ടോ? ഒരിടത്തും കണ്ടിട്ടില്ല. ചരിത്ര വിജയം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നേടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇടതുപക്ഷവും BJPയും 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമായി ചുരുങ്ങിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം നേരത്തെ ഉറപ്പായി കഴിഞ്ഞു. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിലാണ് അത് ചരിത്ര ഭൂരിപക്ഷം നേടുന്നത്. ഉറപ്പിക്കുന്ന ഒരു ആൾക്കൂട്ടമാണല്ലേ? തീർച്ചയായിട്ടും വളരെ ആവേശമാണ്. ഇന്നേ വരെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കാണാത്ത ആവേശമാണ്. കേരളം മൊത്തം ഇവിടെ ഒഴുകിയെത്തിയിരിക്കുന്നു. ശരി, ഞാൻ അരുണിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ NDA ക്യാമ്പിൽ ആവേശത്തിലേക്ക് കൂടി നമുക്ക് പോകണം. അവിടെ കെ സുരേന്ദ്രനാണോ മത്സരിക്കുന്നതെന്ന് തോന്നിപ്പോകും. കെ സുരേന്ദ്രനെ എല്ലാവരും എടുത്തുയർത്തുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ശ്രീ കൃഷ്ണകുമാർ JCB-യിൽ നമ്മൾ കണ്ടതാണ്. JCB-യിൽ ഉയർത്തി സ്ഥാനാർത്ഥികളെ ഈ രീതിയിലുള്ള പ്രചരണം നമ്മൾ പലയിടങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും പാലക്കാട് അത് പരീക്ഷിക്കുന്നത് കൃഷ്ണകുമാറാണ്. വളരെ ഉയരത്തിൽ എല്ലാവരെയും കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം
അവസാനം അവരുടെ കൊടി ഉയർത്തി കാണിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കെ സുരേന്ദ്രനെ പ്രവർത്തകരെല്ലാം എടുത്തുയർത്തുന്നത് കണ്ടിരുന്നു. കെ സുരേന്ദ്രനെ സംബന്ധിച്ചും വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെയൊക്കെ ഉയർന്ന വിഷയങ്ങൾ നിരവധിയാണ്. സന്ദീപിന്റെ പാർട്ടി വിട്ടുള്ള പോക്ക് അതൊക്കെയും വിരൽ ചൂണ്ടുന്നത് കെ സുരേന്ദ്രനിലേക്കാണ്. അതുകൊണ്ട് തന്നെ ജയം അതിൽ കുറഞ്ഞൊന്നും സുരേന്ദ്രനും ചിന്തിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ വോട്ടെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മുഖരക്ഷിക്കാൻ കഴിയുള്ളൂ. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് മുന്നണികൾ. എന്തായാലും വീറും വാശിയും ഏറെയാണ്. LDF ക്യാമ്പിലും നമുക്ക് നൃത്തവും ആവേശവും ഒട്ടും കുറവല്ല എന്ന് കാണാം. വലിയ ആവേശത്തിൽ പ്രവർത്തകർ, നേതാക്കന്മാർ തന്നെ ഡാൻസ് കളിച്ച് പ്രവർത്തകരുടെ ആവേശത്തിനൊപ്പം ചേരുകയാണ്. അൻവർ സാദത്ത് ആ രീതിയിൽ ഡാൻസ് കളിച്ചുകൊണ്ട് പ്രവർത്തകരെ ആവേശത്തിലാക്കുന്നത് നമ്മൾ കണ്ടു. എല്ലായിടത്തും ആ രീതിയിലുള്ള പ്രചരണം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആവേശം നമുക്ക് കാണാം. DJ ഉണ്ട്, ഒപ്പം ലേസർ ഷോ ഒക്കെ ഇതിന്റെ അകമ്പടിയായി തന്നെ ഉണ്ട്. എല്ലാ സാധ്യതകളും പരീക്ഷിക്കുകയാണ് മുന്നണികൾ. അരുൺ, അവിടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയോ? UDF ക്യാമ്പിലേക്ക് വരാം. NDF ക്യാമ്പിലെ ആവേശത്തിലേക്ക് ഞങ്ങളത് പോയതാണ് ഇടയ്ക്ക്. ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് വലിയ രീതിയിൽ ഈ പാലക്കാടിന്റെ ശബ്ദം നിയമസഭയിൽ ഉയർന്നു കേൾക്കാൻ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. നമുക്കൊപ്പം നിൽക്കാം. നന്ദി. എന്തായാലും അരുണിലേക്ക് എത്താം. പാലക്കാട് കടലില്ലെന്ന് ആരാ പറഞ്ഞത്? മനുഷ്യക്കടലാണ് പാലക്കാട് ഉള്ളത്. അത് സ്നേഹത്തിന്റെ കടലാണ്. അതെല്ലാം വോട്ടായി മാറും എന്ന ആത്മവിശ്വാസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പം മുൻപ് ന്യൂസ് 8 സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അത്രമാത്രം ജനപങ്കാളിത്തമുണ്ട്. അതൊക്കെ വോട്ടാണ്. ആ ആവേശം വെറും കൊട്ടിക്കലാശത്തിന്റെ ആവേശം മാത്രമല്ല, കൊട്ടിക്കലാശം കാണാൻ വന്ന ജനങ്ങളല്ല, അതൊക്കെ വോട്ടാണ്. വോട്ടായി തന്നെ ആ ആൾക്കൂട്ടം മാറും. അത് തങ്ങൾക്ക് സുനിശ്ചിതമാക്കും വിജയം എന്ന ആത്മവിശ്വാസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയത്. അതേസമയം ഇടത് ക്യാമ്പിലും വലിയ ആവേശം. പാലക്കാടിനെ സംബന്ധിച്ച് കഴിഞ്ഞ 2 തവണയായി ഇടത് ക്യാമ്പിന് ആശിക്കാൻ ഒന്നുമില്ലാത്തവരായിരുന്നു. പക്ഷേ നോക്കൂ, ഈ മത്സരം ഈ രീതിയിൽ ഒരു ത്രികോണ മത്സരമാക്കാൻ ആ സരിനെ തങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കി മാറ്റാൻ ഇടതുപക്ഷം കാണിച്ച തന്ത്രം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഈ രീതിയിൽ ആവേശത്തിലാക്കിയത്. ആ ഒരു തന്ത്രമാണ് അത്. LDFന്റെ സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നുവെങ്കിൽ സന്ദീപിനെ തിരിച്ചുകൊണ്ട് BJPയിൽ നിന്ന് തങ്ങളുടെ ക്യാമ്പിലെത്തിച്ച് LDF തങ്ങൾക്കൊപ്പം നിർത്താൻ ആഗ്രഹിച്ച ഒരാളെ UDFിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ആണ് അതിന് മറിച്ച് ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഇപ്പോൾ UDF നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ ആവേശം ഈ രീതിയിൽ ത്രികോണ മത്സരമാക്കി, ഈ രീതിയിൽ ആവേശത്തിൽ പാലക്കാടിനെ മാറ്റിയത് ആദ്യം ഇടതുപക്ഷം കാണിച്ച ആ സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. 34 ദിവസത്തിന് മുൻപ് കോൺഗ്രസിനൊപ്പമായിരുന്ന സരിൻ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി സ്റ്റെതസ്കോപ്പ് ചിഹ്നമാക്കി MP രാജേഷിനും EN സുരേഷ് ബാബുവിനും ഒപ്പം വോട്ട് തേടി കൊട്ടിക്കലാശത്തിലെത്തി നിൽക്കുന്നു. ആ ഒരു തീരുമാനം തന്നെയാണ് ആ തെരഞ്ഞെടുപ്പിനെ ഇത്രമേൽ ആവേശത്തിലേക്ക് മാറ്റിയത്. അന്ന് തുടങ്ങി ഇന്ന് വരെ ഓരോ തന്ത്രങ്ങൾ പയറ്റാനും ആ തന്ത്രങ്ങൾ മറികടക്കാൻ മറുതന്ത്രങ്ങൾ പയറ്റിയും പാർട്ടികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നമ്മൾ കണ്ടത്. അതിന്റെ ഏറ്റവും അവസാനത്തെ പരസ്യ പ്രചരണത്തിന്റെ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. പാലക്കാട് ആര് പിടിക്കും, പാലക്കാടിന്റെ മനസ്സ് കവർന്നത് ആരാണ് എന്നത് മാത്രം ഇപ്പോഴും സംശയത്തിലാണ്. വ്യക്തമായ മറുപടികൾ ആർക്കും പറയാൻ കഴിയില്ല. അത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്ന് അതിൽ വ്യക്തത വരുന്നത് വരെ അത് സസ്പെൻസായി തന്നെ തുടരും. പല സസ്പെൻസുകൾ പല മുന്നണികൾ രാഷ്ട്രീയ പാർട്ടികൾ ഒളിപ്പിച്ചു വെച്ച ഒരു പ്രചരണ കാലം കൂടിയാണ് കടന്നു പോകുന്നത്. പക്ഷേ ജനങ്ങൾ എന്ത് സസ്പെൻസ് ഒളിപ്പിച്ചിരിക്കുന്നു എന്നതറിയാൻ നമ്മൾ 23-ന് വോട്ട് എണ്ണിത്തീരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും പാലക്കാടിന്റെ കാര്യത്തിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. അത്രമാത്രം ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പാലക്കാട് നടന്നിരിക്കുന്നത്. അത്രമാത്രം വിഷയങ്ങൾ സംസാരിച്ച, അത്രമാത്രം പ്രത്യാരോപണങ്ങൾ കണ്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് കൊടിയിറങ്ങുകയാണ്. ഇനി 10 മിനിറ്റ് മാത്രം അവശേഷിക്കുന്നു. അപ്പോഴേക്ക് പരസ്യ പ്രചരണം അവസാനിക്കും. ഇതുവരെ കണ്ട വീറും വാശിയും കൊട്ടിക്കലാശത്തിലും ആവർത്തിക്കാൻ മുന്നണികൾക്കായിരിക്കുന്നു. പക്ഷേ സമാധാനപരമായി ഈ ജനക്കൂട്ടം പിരിഞ്ഞു പോകേണ്ടതുണ്ട്. ഒരു ജനാധിപത്യ ഉത്സവത്തിലേക്ക് കടക്കുകയാണ്. അതിന് സമാധാനപരമായി തന്നെ ഈ ഒരു പിരിഞ്ഞുപോക്ക് ആവശ്യമുണ്ട്. മറ്റൊരു അനിഷ്ട സംഭവങ്ങളും ഇതുവരെ എന്തായാലും ഉണ്ടായിട്ടില്ല. അതുണ്ടാകാതിരിക്കട്ടെ. അതിനുള്ള ക്രമീകരണങ്ങളും സന്നാഹങ്ങളും ഒക്കെ ഇതിനോടകം ഉയർത്തിയിട്ടുണ്ട്.
പ്രചരണ ചൂടിൽ തിളച്ചു മറിഞ്ഞ പാലക്കാട് സ്ഥാനാർത്ഥികൾ നമുക്ക് കാണാം. അവർ ആവേശത്തിലാണ് എങ്കിൽ പോലും ക്ഷീണിതരാണ്. 34 ദിവസം ഭക്ഷണവും ഉറക്കവും ഒന്നും കൃത്യമായി കിട്ടാതെ പ്രചരണത്തിലായിരുന്നു. ഓരോ ആളുകളിലേക്കും എത്താനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. ഇനി വേണം അവർക്ക് റെസ്റ്റ് എടുക്കാൻ. നാളത്തെ ഒരു ദിവസം കഴിഞ്ഞ് മറ്റന്നാൾ വോട്ടെടുപ്പും കഴിഞ്ഞ് വേണം റെസ്റ്റ് എടുക്കാൻ. എന്തായാലും ആ ദിവസം കണ്ടുകൊണ്ടായിരിക്കും അവർ ഊണും ഉറക്കവും കളഞ്ഞുള്ള പ്രചാരണത്തിൽ അണിനിരന്നത്. പ്രവർത്തകരെ സംബന്ധിച്ചും അവിടെ ക്യാമ്പ് ചെയ്ത് ഏതാണ്ട് 1.5 മാസമായി ആ പ്രവർത്തനം അവർ നടത്തി വരികയാണ്. അവർക്കുമൊക്കെ ഈ കൊട്ടിക്കലാശം കഴിഞ്ഞ് വേണം റെസ്റ്റിലേക്ക് എത്താൻ. എന്തായാലും ഇപ്പോൾ ആവേശം കൊടുമുടി കയറിയിരിക്കുന്നു. വലിയ ആവേശം, വലിയ ജനസാഗരം പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. അതിൽ ആര് മുന്നിൽ ആര് പിന്നിലെന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ അത്രമാത്രം ശക്തി പ്രകടനമാക്കി തന്നെ മുന്നണികൾ അതിനെ മാറ്റിയിരിക്കുകയാണ്. സസ്പെൻസ് അത് പാലക്കാട് ആർക്കൊപ്പം? പാലക്കാട് ഒരു അട്ടിമറി വിജയം ഇടതു മുന്നണിക്കുണ്ടാകുമോ? അതോ NDA അവർ കാത്തിരുന്ന ഒരു വിജയത്തിലേക്ക് എത്തുമോ? അതോ UDF അവരുടെ ഷാഫി പറമ്പിലൂടെ കഴിഞ്ഞ 3 തവണ സ്വന്തമാക്കി വെച്ചിരുന്ന മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ തുടർച്ച തന്നെയാണോ പാലക്കാട് വിധിക്കുന്നതെന്നറിയാൻ നമ്മൾ കാത്തിരിക്കണം. ആ സസ്പെൻസ് 23-ന് മാത്രമേ പൊളിയുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ 3 മുന്നണികളും ആവേശത്തിലും ആത്മവിശ്വാസത്തിലുമാണ്. വിജയം തങ്ങൾക്കൊപ്പം എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. BJP ക്യാമ്പിനൊപ്പം NDAയുടെ പൊട്ടിക്കലാശത്തിൽ K സുരേന്ദ്രനും എത്തി. വാഹനത്തിൽ K സുരേന്ദ്രനെ നമുക്ക് കാണാം. പ്രവർത്തകർ അദ്ദേഹത്തെ എടുത്തുയർത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ വാഹനത്തിൽ മുന്നിലെത്തിയിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ എവിടെ? ഇത്രയും നേരം ശോഭാ സുരേന്ദ്രൻ വാഹനത്തിന് മുന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ കാണുന്നില്ല. ഒരുപക്ഷെ വാഹനത്തിൽ ആള് കൂടിയതിനാലാകാം, അല്ലെങ്കിൽ മറുഭാഗത്ത് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകാം, നമുക്കറിയില്ല. എന്തായാലും K സുരേന്ദ്രൻ ഇപ്പോൾ വാഹനത്തിന്റെ മുൻപിൽ എത്തിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നേരത്തെ JCBയിലായിരുന്നു. അദ്ദേഹം താഴേക്കെത്തും അല്പസമയത്തിനകമെന്ന് പ്രതീക്ഷിക്കാം. വലിയ ആവേശം NDA ക്യാമ്പിൽ. LDFും അതേപോലെ തന്നെ ആത്മവിശ്വാസത്തിലാണ്. P സരണിലൂടെ പാലക്കാട് തിരിച്ചു പിടിക്കാം എന്ന ആത്മവിശ്വാസം LDFിനെ സംബന്ധിച്ചുണ്ട്. UDF രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഷാഫി പറമ്പിലിന്റെ തുടർച്ച പാലക്കാട് ആഗ്രഹിക്കുകയാണ്. നോക്കൂ, എല്ലാ വിധത്തിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കൊട്ടിക്കലാശത്തിൽ വർണ്ണശബളത ഒരുക്കുന്നതിൽ പോലും ആ മത്സരം നമുക്ക് കാണാം. പോപ്പപ്പുകളുടെ എണ്ണത്തിൽ പോലും ഒട്ടും പിന്നിലാകാതിരിക്കാൻ ഓരോ മുന്നണികളും ശ്രമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ലേസർ, ഒപ്പം DJ മ്യൂസിക്, ഇതൊക്കെയും ഒരുക്കിക്കൊണ്ട് K സുരേന്ദ്രൻ അവിടെ സംസാരിക്കുന്നുണ്ട്. നമുക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് അറിയില്ല. ധർമ്മസമരകാഹളം പാലക്കാട് കൊട്ടിക്കലാശത്തിന് മിനിറ്റുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 34 ദിവസം നീണ്ടുനിന്ന പരസ്യ പ്രചരണം, സമാനതകളില്ലാത്ത തെരഞ്ഞെടുപ്പ് പ്രചരണം, അതിന് അവസാനമാവുകയാണ്. കേരളം ഇതുവരെ കണ്ട തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തും പാലക്കാട്ടെ ഈ ഉപതെരഞ്ഞെടുപ്പ്. ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് ഇത്തവണ പാലക്കാട് നടക്കുന്നത്. ഇതുപോലെ വീറും വാശിയും അരങ്ങേറിയ മറ്റൊരു തെരഞ്ഞെടുപ്പ് കേരള ചരിത്രത്തിൽ ഉണ്ടാകില്ല. അത്രമാത്രം വീറും വാശിയുമേറിയ, അത്രമാത്രം വിഷയങ്ങൾ ചർച്ച ചെയ്ത, അത്രമാത്രം മാധ്യമങ്ങൾ തമ്പടിച്ച് നടത്തിയ പ്രവർത്തനം, അത്രമാത്രം ജനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ട ഉപതെരഞ്ഞെടുപ്പ്, അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകത പാലക്കാടിനെ സംബന്ധിച്ചിട്ടുണ്ട്. പാലക്കാട് ഒരു രാഷ്ട്രീയ മാറ്റത്തിന് വേദിയാകുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. വലിയ തുടർച്ചകൾ സാധ്യമാക്കിയ മണ്ഡലമാണ്. അവിടെ ഷാഫി പറമ്പിലൂടെ 3 തവണ UDF ജയിക്കുകയും
LDF ക്യാമ്പിൽ നിന്ന് ബലിദാനികൾ അമരന്മാർ എന്ന മുദ്രാവാക്യം ഉയരുകയാണ്. ബലിദാനികളെ വഞ്ചിച്ചു സന്ദീപ് വാര്യർ എന്നതായിരുന്നു ഒരു പ്രധാന വിമർശനം. അവിടെ ആ മുദ്രാവാക്യം നില ഇപ്പോൾ ഉയരുമ്പോൾ അത് ചില സൂചനകൾ കൂടിയാണ്. LDF ക്യാമ്പിൽ ആവേശം തിരതല്ലുകയാണ്. അവിടെ ലേസർ ഷോയൊക്കെ നടക്കുന്നുണ്ട്, വലിയ ആവേശമുണ്ട്, നൃത്തമൊക്കെയുണ്ട്. മന്ത്രി എം.പി. രാജേഷും കൂടി നൃത്തം കളിച്ചാൽ ജോറായേനെ. UDF ക്യാമ്പിൽ അൻവർ സാദത്ത് എന്തായാലും നൃത്തം ഒരു മത്സര ഇനമാണെങ്കിൽ താൻ തന്നെ ഫസ്റ്റ് അടിക്കും എന്ന രീതിയിൽ വലിയ ആവേശത്തിലും നൃത്തത്തിലും ഒക്കെയാണ്. LDF ക്യാമ്പിലും വലിയ ആവേശം കാണാം. എന്തായാലും മിനിറ്റുകൾ, ഇനി 3 മിനിറ്റിൽ താഴെ മാത്രമേ ഉള്ളൂ ഈ കൊട്ടിക്കലാശം